ഒരു അക്രൈസ്തവ കുടുംബത്തിൽ മാതാപിതാക്കളുടെ 5 മക്കളിൽ മൂത്തവളായാണ് മാ വൈ ജനിച്ചത്. വളരെ കുറച്ച് ക്രൈസ്തവർ മാത്രമേ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. 34-ആമത്തെ വയസ്സിൽ ക്രിസ്ത്യാനിയായ ഒരു യുവാവിനെ അവൾ വിവാഹം കഴിച്ചു. എന്നാൽ ദൈവാലയത്തിൽ പോകാനോ തന്റെ വിശ്വാസം ത്യജിക്കാനോ അവൾ തയ്യാറായില്ല. മിശ്രവിവാഹങ്ങൾ പതിവായ മ്യാൻമറിൽ മിക്ക ദൈവാലയങ്ങളിലും ക്രൈസ്തവരും അക്രൈസ്തവരും ആരാധനയിൽ പങ്കെടുക്കാറുണ്ടെന്ന് മാ വൈ പറയുന്നു. വിവാഹശേഷം ജോലി സംബന്ധമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറിത്താമസിച്ചതോടെ ഞായറാഴ്ചകളിൽ പോലും അവർ ദൈവാലയത്തിൽ പോകുമായിരുന്നില്ല. 3 മക്കൾ കൂടി ജനിച്ചതോടെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യത്തിനായി അവർ മറ്റൊരു ടൗണിലേക്ക് താമസം മാറി. അതോടെ ബന്ധുക്കളോടൊപ്പം ഞായറാഴ്ചകളിൽ ദൈവാലയത്തിൽ പോകാനും മാ വൈക്ക് അവസരമൊരുങ്ങി. 300-ലധികം ഇടവകക്കാരുണ്ടായിരുന്ന വലിയൊരു ദൈവാലയമായിരുന്നു അത്. വിശുദ്ധ കുർബാനയ്ക്കിടെ ആളുകൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വരിവരിയായി നിൽക്കുന്നത് അവൾക്ക് വലിയ പ്രചോദനമായി. വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ആഗ്രഹം അവളെ മതബോധന ക്ലാസ്സിൽ എത്തിച്ചു. ഇതിനിടെ ഭർത്താവിന്റെ രോഗം അവളുടെ ക്ലാസുകൾ മുടങ്ങാൻ ഇടയാക്കിയെങ്കിലും 2023-ൽ വികാരി പോൾ ഓങ് മൈൻഡിന്റെ സഹായത്തോടെ ക്ലാസുകളിൽ പങ്കെടുക്കാൻ വീണ്ടും അവസരമൊരുങ്ങി. ഒടുവിൽ 2023 ഡിസംബറിൽ മോണിക്ക എന്ന പേരിൽ അവൾ മാമ്മോദീസ സ്വീകരിച്ചു. ഭർത്താവിന്റെ മരണശേഷം കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടിയെങ്കിലും എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ ബസിൽ യാത്ര ചെയ്ത് മോണിക്ക വിശുദ്ധ കുർബാനയ്ക്ക് പോകും. ഈ യാത്രയൊന്നും തനിക്ക് ബുദ്ധിമുട്ട് അല്ലെന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും മോണിക്ക പറയുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് തോന്നിയ ഇഷ്ടം ക്രിസ്തുവിന്റെ സ്വന്തമായി മാറാൻ തന്നെ സഹായിച്ചതിലുള്ള സന്തോഷമാണ് ഇന്ന് അനേകരോട് ക്രിസ്തുവിനെക്കുറിച്ച് പങ്കുവയ്ക്കാനും ആളുകൾക്ക് ആവശ്യമായ സഹായമെത്തിക്കാനും സഭാപ്രവർത്തനങ്ങളിൽ സജീവമായി മുൻപന്തിയിലുള്ള മോണിക്ക പങ്കുവയ്ക്കുന്നത്.